ബൈബിൾ ട്രാവലോഗിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് ചിലപ്പോൾ കുറച്ചൊരു ലെങ്തി ഉള്ളതായിരിക്കും, പക്ഷേ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് അബ്രാഹാമിൻ്റെ കൂടെയാണ്. നമുക്കറിയാം, വിശ്വാസികളുടെ പിതാവായ അബ്രാഹാം, ആ അബ്രാഹത്തിൻ്റെ കൂടെയാണ് നമ്മളിന്ന് യാത്ര ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കർത്താവായ യേശുവിനെ ഈ ലോകത്തിലേക്ക് വരാൻ, അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യരുടെ കർത്താവ് നോക്കുമ്പോൾ മനുഷ്യരെല്ലാം തിന്മയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സത്യസന്ധമായ നീതിമാനായിട്ട് ആരും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ലോകം മുഴുവൻ പാപത്തിൻ്റെതായ ഇതിലേക്ക് പോയി. അപ്പോൾ ദൈവം ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം ഈ മനുഷ്യരെ രക്ഷിക്കാനായിട്ട് ആ മനുഷ്യന് സാധിക്കില്ല. അവൻ്റെ അന്തരംഗങ്ങൾ, അല്ലെങ്കിൽ അവൻ്റെ ഹൃദയം എപ്പോഴും പാപത്തിലേക്ക് ഇങ്ങനെ ചാഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് ദൈവം ഇങ്ങനെ കാണാണ്. അങ്ങനെ സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ കാണും, ദൈവത്തെ അന്വേഷിക്കുന്ന വിവേകികളുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുകയാണ്. ദൈവത്തിൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായി. ദൈവം ആ പ്ലാനെ കുറിച്ചിട്ടാണ്, പ്ലാനിലേക്കാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. എന്തായിരുന്നു ദൈവത്തിൻ്റെ പ്ലാൻ? അങ്ങനെ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ നോക്കുകയാണ്, ഏതെങ്കിലും മനുഷ്യരുണ്ടോ എന്ന്. അങ്ങനെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എനിക്ക് വിശ്വാസം കിട്ടിയത് എൻ്റെ ഒരു മാതാപിതാക്കളിൽ നിന്നൊക്കെയാണ് എനിക്ക് വിശ്വാസം കിട്ടിയത്. ഞാൻ കഴിഞ്ഞ മുന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞു, ബാബേൽ ഗോപുരത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ എപ്പിസോഡിൽ. അപ്പോൾ ബാബിലോൺ സംസ്കാരം എങ്ങനെ രൂപപ്പെട്ടു? അപ്പോൾ ഇന്നത്തെ ഇറാനാണ് അന്നത്തെ ആ ഒരു ബാബിലോൺ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ബാബിലോണിൽ ഊർ എന്ന് പറയുന്ന പട്ടണത്തിലെ ഒരു മനുഷ്യനെ ദൈവം ഇങ്ങനെ കാണാണ്. ആ മനുഷ്യനെ വേറൊരു മാതാപിതാക്കളും ആ ഒരു വിശ്വാസം പകർന്നു കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. 75-ാമത്തെ വയസ്സിൽ ഈ ബാബിലോണിൽ ഊർ എന്ന് പറയുന്ന പട്ടണത്തിൽ അബ്രാഹാം ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അബ്രാഹത്തെ ദൈവം വിളിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്വരം ഇങ്ങനെ കേൾക്കുകയാണ്, നീ നിൻ്റെ ബന്ധുക്കളെയും പിതൃഭവനത്തെയും എല്ലാവരെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോവുക എന്ന് പറഞ്ഞ് ദൈവം അബ്രാഹത്തോട് കാനാൻ ദേശത്തേക്ക് പോകാൻ പറയുകയാണ്. അങ്ങനെ കാനാൻ ദേശത്തേക്ക് അബ്രാഹാം പുറപ്പെടുകയാണ്. അബ്രാഹത്തോട് പറഞ്ഞു, ഞാൻ നിനക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും മണൽത്തരി പോലെയും നിനക്ക് ഒരുപാട് സന്തതികളുണ്ടാവും എന്ന് പറയുകയാണ്. പക്ഷേ 75-ാമത്തെ വയസ്സിലെത്തി നിൽക്കുന്ന സമയത്ത് ഒരു കുഞ്ഞില്ലാതെ, അത്രയും പ്രായമായിട്ട് അത്രയും ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ വിഷമം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഇത് പറഞ്ഞപ്പോൾ ആ അബ്രാഹാം ചെയ്തൊരു കാര്യമുണ്ട്, ദൈവത്തിലെ വിശ്വസിച്ചു. അബ്രാഹാം ദൈവത്തിലെ വിശ്വസിച്ചിട്ട് അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. അങ്ങനെ കാനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു അബ്രാഹാം നമ്മളെപ്പോലുള്ളൊരു മനുഷ്യൻ തന്നെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളോട് ദൈവം പറയുന്ന കാര്യങ്ങളാണ് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത്. പല രീതിയിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. വ്യക്തികളിലൂടെ സംസാരിക്കുന്നുണ്ട്, ചില അടയാളങ്ങളിലൂടെയൊക്കെ സംസാരിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിലൂടെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം സംസാരിക്കുമ്പോൾ അബ്രാഹാം ചെയ്തതുപോലെ ദൈവത്തിൽ അങ്ങോട്ട് വിശ്വസിക്കുക. ആ വചനങ്ങൾ വിശ്വസിച്ചിട്ട് അബ്രാഹാം എന്ത് ചെയ്തു? അതനുസരിച്ചു. അബ്രാഹത്തിന് തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തെറ്റ് പറ്റാറുണ്ട് നമുക്ക്. അബ്രാഹത്തിന് അതുപോലെ തെറ്റ് പറ്റിയിട്ടുണ്ട്. അബ്രാഹാം സാറയുമായിട്ട് ഇങ്ങനെ കാനാദേശത്തേക്ക് ഇങ്ങനെ പോകാനായിട്ട് പോകുന്ന സമയത്ത് പെട്ടെന്നൊരു ക്ഷാമം വരുന്ന സമയത്ത് പെട്ടെന്ന് അവരെ യാത്ര കാനാദേശത്ത് നിന്ന് മാറ്റിയിട്ട് ഈജിപ്തിലോട്ടൊക്കെ മാറ്റി. ഈജിപ്തിൽ വെച്ചിട്ട് ഫറവോ ഈ അബ്രാഹാം തൻ്റെ ഭാര്യയെ സഹോദരിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഫറവോ അബ്രാഹത്തിൻ്റെ ഭാര്യയെ സ്വന്തം ഭാര്യയ്ക്കായിട്ട് വെക്കാനൊക്കെ ഇടുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വീണ്ടും കർത്താവ് ആ ഫറവോയെ ശിക്ഷിച്ചു. ഒരു ഒരു ഭയമൊക്കെ ഫറവോയ്ക്കുണ്ട്. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും അവർ പോവുകയാണ്. വീണ്ടും ഒരു അനുസരണക്കേട് അബ്രാഹാം കാണിച്ചു. അബ്രാഹാം സാറയുടെ വാക്ക് കേട്ടിട്ട് ദാസിയെ പ്രാപിക്കുകയാണ്. അങ്ങനെ ആ ദാസിയായ ഹാഗാറിൽ നിന്നും ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു മകനൊക്കെ ഉണ്ടാവുകയാണ്. ദൈവം എപ്പോഴും ദൈവം നോക്കുമ്പോൾ എന്താ, അബ്രാഹത്തിന് തെറ്റ് പറ്റി, അല്ലെങ്കിൽ അബ്രാഹം ഒരു അനുസരണക്കേട് കാണിച്ചു. പക്ഷേ ദൈവം ഒരിക്കലും അബ്രാഹത്തെ ശിക്ഷിക്കുന്നില്ല. അതിലൂടെ ഒരു നന്മയെ എന്താ പറയുക, ദൈവം കണ്ടിട്ടുണ്ടായിരുന്നു.
പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതമായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തൊക്കെ നമ്മുടെ ലൈഫിൽ ഒരുപാട് തെറ്റുകൾ, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തെറ്റ് പറ്റിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു തെറ്റിനെ, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ഇപ്പം എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ തെറ്റിപ്പോയാലും നീ ദൈവത്തോട് ചോദിച്ചിട്ടാണ് അത് എടുത്തതെങ്കിൽ, ദൈവത്തോട് ചോദിച്ചിട്ടാണ് നീ ആ തീരുമാനം എടുത്തെങ്കിൽ ദൈവം നല്ല രീതിയിലേക്ക് നന്മയ്ക്കാക്കിയിട്ട് മാറ്റും. ഇവിടെ അബ്രാഹാം ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് ദൈവത്തോട് ചോദിക്കാതെയാണ് ആ തീരുമാനം എടുത്തത്. അതുകൊണ്ട് അബ്രാഹത്തിന് ചില പരാജയങ്ങളൊക്കെ സംഭവിച്ചു. അങ്ങനെ പിന്നെയാണ് അബ്രാഹാം സഹോദരപുത്രനായ ലോത്തുമായിട്ട് എന്താ പറയുക, കുറേ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായിട്ട് ലോത്തിൻ്റെതായ, പക്ഷേ സ്നേഹബന്ധത്തിന് ഒരിക്കലും വീഴ്ച വന്നില്ല. അവരുടെ അബ്രാഹാം പറയുന്നൊരു കാര്യമുണ്ട്, ലോത്തിനോട് പറയാണ്, നീ നിൻ്റെ ഭാഗം എടുത്തോ, എനിക്ക് നമ്മൾ തമ്മിലൊരു എന്താ പറയുക കലഹം ഉണ്ടാവരുതല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഇങ്ങനെ പിരിഞ്ഞു പോവാണ്. അങ്ങനെ ലോത്ത് താമസിച്ചിരുന്ന സോദം ഗൊമോറ, അവിടെയാണ് വലിയൊരു തിന്മ ഇങ്ങനെ അരങ്ങേറുന്നത്. അവിടെയാണ് സ്വയംഭോഗം, സ്വർഗ്ഗഭോഗത്തിലേക്കൊക്കെ ആ സ്ഥലം, ഇങ്ങനെ ആ സ്ഥലത്തെ ആളുകൾ മുഴുവൻ അധപതിച്ചു. അത്രയും ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെടാതിരിക്കുന്നത്, ഏറ്റവും വെറുത്തു പോകുന്നൊരു തിന്മയായി പോയത്. അങ്ങനെ ആ സോദോം ഗൊമോറ എന്ന് പറയുന്ന രാജ്യത്ത് ദൈവം തൻ്റെ ശിക്ഷ അയക്കുകയാണ്. ആ സോദോം ഗൊമോറയാണ് പിന്നീട് ഉപ്പുകടലൊക്കെ ആയിട്ട്, ചാവുകടലൊക്കെ ആയിട്ട് മാറിയത്. ആ സമയത്ത് അബ്രാഹാം, നമ്മളിവിടെ മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് കാണുകയാണ്. അബ്രാഹാം പറഞ്ഞു, ദൈവമേ ഒരു 10 പേരുള്ള ഈ രാജ്യത്ത് നീതിമാന്മാരുണ്ടെങ്കിൽ നീ ശിക്ഷിക്കുമോ എന്ന് ചോദിക്കാം. അപ്പോൾ ദൈവം പറയാണ്, ഇല്ല, ഞാൻ ശിക്ഷിക്കില്ല എന്ന് പറയാം. പക്ഷേ അവിടെ വെച്ച് അബ്രാഹാം നിർത്തി. ആ രാജ്യത്ത് ഒരു 10 പേര് പോലും ഉണ്ടായിരുന്നില്ല നീതിമാന്മാരായിട്ട്. ചിന്തിച്ചു നോക്കിയേ. ഇന്നൊരു പക്ഷെ ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, കുറച്ച് പേരെങ്കിലും ദൈവത്തിന് വേണ്ടി വില കൊടുത്ത് വിശുദ്ധിയിൽ നിൽക്കുന്നത് കൊണ്ടാണ്, പ്രാർത്ഥനയോടെ നിൽക്കുന്നത് കൊണ്ടാണ് ഈ ലോകം ഇതുപോലെയൊക്കെ കടന്നു പോകുന്നത്, ഒരു കുഴപ്പമില്ലാതെ ദൈവം ഇങ്ങനെ പരിപാലിക്കുന്നത്. അങ്ങനെ അബ്രാഹാം വീണ്ടും ഒരു 25 വർഷം ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ദൈവം 75-ാമത്തെ വയസ്സിൽ പറയുന്നതാണെങ്കിൽ മക്കളുണ്ടാവും, പക്ഷെ ഉണ്ടാവുന്നില്ല. അങ്ങനെ കുറേ കഴിഞ്ഞ് 100-ാമത്തെ വയസ്സിൽ എത്തി നിൽക്കുന്ന സമയത്ത് അബ്രാഹത്തിനും സാറയ്ക്കും വാഗ്ദാനത്തിൻ്റെ മകൻ ഉണ്ടാവുകയാണ്. ആ വാഗ്ദാനത്തിൻ്റെ മകനായിരുന്നു ഇസഹാക്ക്. അങ്ങനെ ദൈവം ആ വാഗ്ദാനം നിറവേറുകയാണ് ചെയ്തത്, അബ്രാഹത്തിൻ്റെ വിശ്വാസം കണ്ടിട്ട്. പ്രിയപ്പെട്ടവരെ, പിന്നീടുണ്ടാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, നമ്മളിത് അതിൻ്റെ ഒരു ഡെപ്തിലേക്ക്, അല്ലെങ്കിൽ നമ്മളെ അബ്രാഹത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ പ്ലേസ് ചെയ്യുക. നമ്മൾ ഈ യാത്രയിൽ പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയാണ്. നമ്മുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്തിട്ട് നോക്കുക. ഓരോ കഥാപാത്രങ്ങളിലും എന്നെ നിർത്തുക, എന്നെ കാണുക. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കും. അങ്ങനെ അബ്രാഹത്തോട് ദൈവം പറയാണ്, നിൻ്റെ ഏക മകനെ എനിക്കായി ബലിയർപ്പിക്കുക. ഇത് കേട്ടപ്പോൾ അബ്രാഹത്തിൻ്റെ ചങ്കൊന്ന് പടർന്നിട്ടുണ്ടാകും. സ്വന്തം മകനെ, അത് ഇത്രയും വർഷം കാത്തിരുന്ന് വിശ്വാസത്തോടെ ആ ഒരു വാഗ്ദാനത്തെ സ്വീകരിച്ചപ്പോൾ ആ അബ്രാഹാം ഒരിക്കലും വിചാരിച്ചു കാണില്ല ദൈവം ഇതുപോലെ തൻ്റെ മകനെ തിരിച്ചു ചോദിക്കുമെന്ന്. പക്ഷെ അപ്പോഴും ദൈവം അബ്രാഹത്തെ വിശ്വസിച്ചു. ദൈവം അബ്രാഹത്തോട് തൻ്റെ മകനെ ബലിയർപ്പിക്കാൻ പറഞ്ഞപ്പോൾ അതനുസരിച്ചു, അത് തീരുമാനിച്ചു, മകനെ ബലിയർപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ തൻ്റെ മകനെ ബലിയർപ്പിക്കാൻ വേണ്ടിയിട്ട് മോറിയ മലയുടെ മുകളിലേക്ക് ഇങ്ങനെ പോവാണ്. മലയുടെ മുകളിലേക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് മകൻ ചോദിച്ചിട്ടുണ്ടാവും, മകനോട് പറഞ്ഞിട്ടുണ്ടാവും ആടിന് ബലിയർപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന്. അങ്ങനെ പോകുന്ന സമയത്ത്, വിറകൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് മകൻ ചോദിച്ചിട്ടുണ്ടാവും, നമ്മൾ ബലിയർപ്പിക്കാനായി പോവാണ്, പക്ഷെ കുഞ്ഞാട് എവിടെയും ചോദിച്ചപ്പോൾ ആ അപ്പൻ്റെ ചങ്കൊന്ന് പടച്ചിട്ടുണ്ടാവും. താൻ ഇത്രയും വർഷം കാത്തിരുന്ന സ്വന്തം മകനെയാണ് ബലിയർപ്പിക്കുക എന്ന് എങ്ങനെയാണ് പറയാനായിട്ട് പറ്റുക? ചിന്തിക്കാൻ പറ്റുമോ? അപ്പോൾ അബ്രാഹാം പറയുന്നൊരു കാര്യമുണ്ട്, കുഞ്ഞാടിനെ ദൈവം തരും, ബലിയർപ്പിക്കുന്ന കുഞ്ഞാടിനെ ദൈവം തരും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ തൻ്റെ കൂടിയുണ്ടായിരുന്നവരെ താഴെ നിർത്തിയിട്ട്, വേലക്കാരെ താഴെ നിർത്തിയിട്ട് ഈ മകനെയും കൊണ്ട് മുകളിലേക്ക് പോയിട്ട് ബലിയർപ്പിക്കാനായിട്ട് പോവാണ്. അങ്ങനെ മകനെ ബലിപീഠത്തിൽ കിടത്തിയിട്ട്
വിറകുകളെല്ലാം അടുക്കി വെച്ചിട്ട് ബലിയർപ്പിക്കാനായിട്ട് പോവുകയാണ്. ആ അപ്പന്ന രീതിയിൽ അബ്രാഹത്തിനുണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള വേദന, മാനസിക സംഘർഷം നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുമോ? നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. പക്ഷെ അപ്പോഴും അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അബ്രാഹാം ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും, അബ്രാഹാം അവിടെ ഒരു മെയിനൊരു പോയിന്റ് ഞാൻ പറയാൻ വിട്ടുപോയി. നേരത്തെ ആ ഭൃത്യന്മാരോട് പറഞ്ഞു, ഞാനും എൻ്റെ മകനും ബലിയർപ്പിച്ചിട്ട് തിരിച്ചു വരാം, ഞാനും എൻ്റെ മകനും. ശരിക്കും അബ്രാഹാം ഒറ്റയ്ക്കല്ല വരണ്ടേ, മകനെ ബലിയർപ്പിച്ചിട്ട് ഒറ്റയ്ക്കല്ല വരേണ്ടത്. പക്ഷേ അബ്രാഹാം ആ ഒരു വിശ്വാസം, ഞാനും എൻ്റെ മകനും പോയിട്ട് ബലിയർപ്പിച്ചിട്ട് തിരിച്ചു വരും. ഇനി ഒരു പക്ഷേ ഞാനിങ്ങനെ വിചാരിക്കണം, അബ്രാഹാം ഇങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടാവും, എൻ്റെ മകൻ മരിച്ചാലും അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ, അവന് ജീവൻ കൊടുക്കാൻ ആ ദൈവത്തിന് പറ്റും. ഇതാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിൻ്റെ മനുഷ്യൻ നമുക്ക് വിളിക്കാനുള്ളൊരു കാരണം. അതിനു മുമ്പ് ഒരു മനുഷ്യനെ ദൈവം ഉയർപ്പിച്ചതായിട്ട് ഒന്നും അറിവില്ല, അല്ലെങ്കിൽ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ അബ്രാഹാം വിശ്വസിക്കുകയാണ്, ദൈവം എൻ്റെ മകനെ ദൈവം തന്ന എൻ്റെ മകൻ ദൈവം തിരിച്ചെടുത്താലും വീണ്ടും തരാൻ ആ ദൈവത്തിന് കഴിയും. ഇതായിരുന്നു വിശ്വാസികളുടെ പിതാവ് എന്ന് അബ്രാഹത്തിനെ വിളിക്കാൻ കാരണം. അങ്ങനെ മകനെ ബലിപീഠത്തിൽ കിടത്തിയിട്ട് ഇതാ വാളുമെടുത്തിട്ട് ആ മകനെ ബലിയർപ്പിക്കാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് ദൈവത്തിൻ്റെ ഇടപെടൽ വന്നു. ദൈവം മാലാഖയിലൂടെ, അല്ലെങ്കിൽ ദൈവം നേരിട്ട് സംസാരിച്ചു, അബ്രാഹാം നീ ആ കുഞ്ഞിൻ്റെ മേൽ കൈവയ്ക്കരുത്, ആ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത് എന്ന്. പെട്ടെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആ ഒരു സമയം, ആ ഒരു ദൈവം സംസാരിക്കുന്ന സമയം വരെ ആ അപ്പൻ അനുഭവിച്ച ഒരു വേദനയുണ്ട്, ആ അപ്പൻ അനുഭവിച്ച ഒരു മാനസിക വേദനയുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പരീക്ഷണം വരുമ്പോൾ നമുക്കറിയാം, ഈ അബ്രാഹത്തിന്റെ ലൈഫിൽ ഇങ്ങനൊരു പരീക്ഷണം വന്നപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ, ആ വിശ്വാസത്തോടെ കടന്നു പോയപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി. കുഞ്ഞിനെ കൊല്ലരുതെന്ന് പറഞ്ഞു. അങ്ങനെ അബ്രാഹാം അവിടെ മുള്ളിൽ കുരുങ്ങിക്കിടന്ന ഒരു കുഞ്ഞാടിനെ എടുത്ത് ബലിയർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കുക, ഞാൻ നിങ്ങളെ നേരെ ആ മോറിയ മലയുടെ തൊട്ടുപുറകിൽ, അല്ലെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വേറൊരു മലയിലേക്ക് നിങ്ങളെ കൊണ്ടുപോവാണ്. അവിടെ ഒരമ്മ തൻ്റെ മകൻ കുരിശിലെ കാൽവരി മലയിലെ 3 ആണികൾ പിടഞ്ഞു കിടക്കുന്ന സമയത്ത് ആ അമ്മ, ആ മാതാവ്, പരിശുദ്ധ ദൈവ മാതാവ് അബ്രാഹത്തെ ഓർത്തിട്ടുണ്ടാവും, ആ സംഭവം ഓർത്തിട്ടുണ്ടാവും. ആ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, എൻ്റെ ദൈവം അവസാന നിമിഷം ഒരു അത്ഭുതം സംഭവിച്ചിരുന്നെങ്കിൽ, എൻ്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു നിമിഷം മാനുഷികമായിട്ടുള്ള ഒരു ചിന്ത പരിശുദ്ധ മാതാവിൽ വന്നിട്ടുണ്ടാവണം. അവിടെ കുരിശിൽ മരിക്കുന്ന സമയത്ത് എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഈശോ മരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മയുടെ നെഞ്ചൊന്ന് പിടഞ്ഞിട്ടുണ്ടാവണം. സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദനയിലൂടെ അമ്മ കടന്നുപോയി. അവിടെ അത്ഭുതമൊന്നും സംഭവിക്കുന്നില്ല, അവിടെ ദൈവത്തിൻ്റെ സ്വരം വരുന്നില്ല, ദൈവത്തിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടാകുന്നില്ല. അവിടെ മാതാവ് നോക്കുന്ന സമയത്ത് തൻ്റെ മകൻ അവിടെ പ്രാണവേദനയിൽ പിടഞ്ഞു മരിക്കുകയാണ്. ദൈവം മരിക്കുന്ന സമയം അതാണ് ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം അവിടെ നടക്കുകയാണ്, ദൈവം മരിക്കുന്നു. എന്നാൽ പരിശുദ്ധ അമ്മയ്ക്കൊരു കാര്യം അറിയായിരുന്നു. 3 ദിവസം കഴിഞ്ഞാൽ എൻ്റെ മകൻ ഉയർത്തെഴുന്നേൽക്കും. മാതാവ് സങ്കീർത്തനങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്, അവൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അവൻ ദൈവം തന്നെയായിരുന്നു, അതുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അബ്രാഹാം അവിടെ ഇതേ വിശ്വാസം, എൻ്റെ മകനെ ദൈവം എടുത്തെങ്കിൽ എൻ്റെ മകനെ തിരിച്ചു തരാൻ ആ ദൈവത്തിന് കഴിയും. ഇതായിരുന്നു അബ്രാഹത്തിൻ്റെ വിശ്വാസം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിലൂടെ, സഹനത്തിലൂടെ, നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്ത സഹനത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ഒരു ക്ലാസ്സിൽ പരീക്ഷ നടത്തിയിട്ട് വിജയിച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത ക്ലാസ്സിലോട്ട് പ്രൊമോഷൻ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വിശ്വാസത്തെ ദൈവം പരീക്ഷിക്കുന്നത് അതിനേക്കാൾ വലിയ കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി ചെയ്തു തരാൻ വേണ്ടിയിട്ടാണ്.
പ്രിയപ്പെട്ടവരെ, ഈ ഒരു യാത്രയിൽ അബ്രാഹത്തിൽ നിന്ന് പഠിക്കേണ്ട സംഭവം അത്രേ ഉള്ളൂ. എന്തൊക്കെ നമ്മൾ മരുഭൂമി, നമ്മളിനി അടുത്ത എപ്പിസോഡുകൾ നമ്മൾ കാണാനായിട്ട് പോകും. മരുഭൂമി അനുഭവങ്ങൾ, നമ്മൾ മരുഭൂമിയിലേക്ക് കടക്കും. ഇവിടെ ഈ അബ്രാഹം മോറിയ മലയിൽ വെച്ച് വിശ്വാസത്തിൻ്റെ മനുഷ്യനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം നമുക്ക് അബ്രാഹത്തിൻ്റെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട്, അബ്രാഹം വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ ഒരു പരിപാലനയിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അബ്രാഹത്തെ പോലെ എന്ത് പ്രതിസന്ധിയിലും ഏതൊക്കെ പ്രശ്നങ്ങളിലും വിശ്വാസത്തിൻ്റെ മനുഷ്യരായിട്ട് നമുക്ക് മാറാം. ദൈവം അതിനായി നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടും. അടുത്തൊരു കഥാപാത്രവുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലെത്തും. അതുവരെ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി.